പാലക്കാട് പന്നിയങ്കര ടോൾ പ്ലാസയിൽ ഏപ്രിൽ 1 മുതൽ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കുമെന്ന് കരാർ കമ്പനി. നിലവിൽ 6 പഞ്ചായത്തുകൾക്ക് നൽകുന്ന സൗജന്യം പിൻവലിക്കുമെന്ന് കമ്പനി അധികൃതർ അറിയിച്ചു. എന്നാൽ തീരുമാനത്തിനെതിരെ സമരം നടത്താനാണ് ജനകീയ സമരസമിതിയുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും തീരുമാനം. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശ്രീജിത്ത്, എന്തുകൊണ്ടാണ് സൗജന്യം പിൻവലിക്കാൻ കമ്പനി തീരുമാനമെടുത്തിരിക്കുന്നത്? അനുജ, 7.5 കിലോമീറ്റർ ചുറ്റളവ് വരെ വേണമെങ്കിൽ സൗജന്യ യാത്ര അനുവദിക്കാമെന്ന് കമ്പനി അധികൃതർ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ പറ്റില്ല, അത് 6 പഞ്ചായത്തുകൾക്ക് 10 കിലോമീറ്റർ ചുറ്റളവ് എന്ന തരത്തിൽ തന്നെ വേണമെന്ന നിർബന്ധം ഇവിടുത്തെ MLA-മാർ KD പ്രസേനൻ, അതുപോലെ തന്നെ ഈ പ്രദേശത്തെ PP സുമോദ് MLA അടക്കമുള്ള ആളുകൾ ആ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. സ്വാഭാവികമായി സമരസമിതി ഇവിടെ ആ നിലപാട് അംഗീകരിക്കാൻ എന്തായാലും ടോൾ പ്ലാസ അധികൃതർ തയ്യാറായിട്ടില്ല, കമ്പനി അധികൃതർ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലും അത് അവർ സമ്മതിച്ചില്ല. എന്തായാലും ഇപ്പോൾ നമ്മോടൊപ്പം ഈ സമരസമിതിയുടെ നേതാക്കൾ ചേരുകയാണ്. എന്താണ് നിങ്ങളുടെ തീരുമാനം? 1-ാം തീയതി മുതൽ അവർ പ്രദേശവാസികൾക്ക് സൗജന്യ യാത്ര ഇല്ലെന്നാണ് പറയുന്നത്. അവരെന്ത് പറഞ്ഞാലും അത് ഈ പ്രദേശത്ത് നടക്കില്ല, പന്നിയങ്കരയിൽ നടക്കില്ല. ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്, ഏറ്റവും അവസാനം MP-യുമായി ഉൾപ്പെടെയുള്ള ചർച്ചയിൽ തീരുമാനിച്ചിട്ടുള്ളത് 10 കിലോമീറ്റർ പരിധിയെങ്കിലും ഞങ്ങൾക്ക് അനുവദിക്കണമെന്നുള്ളതാണ്. അതിൽ കുറഞ്ഞ ഒരു ചർച്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല, ഒരു നിലപാടിനും ഞങ്ങൾ കൂട്ടുനിൽക്കില്ല. തടഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? പോലീസ് അടക്കമുള്ള ആളുകൾ അവർക്കാണ് ഒപ്പമായിരിക്കും ഉണ്ടാവുക. 3 വർഷക്കാലമായി ഞങ്ങളെ തടയാൻ പോലീസിനെയും പട്ടാളത്തെയൊക്കെ കൊണ്ടുവന്നതല്ലേ ഇവർ. ഇവിടെ വലിയ പ്രക്ഷോഭങ്ങൾ വന്നിട്ടുണ്ട്. സമരസമിതിയുടെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനെയൊന്നും തടയാൻ പോലീസിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. പിന്നെ പോലീസിനും അറിയാമല്ലോ ഇവിടെ ഈ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ സമരങ്ങൾ നടക്കുന്നത്. മാർച്ചടക്കമുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോകും. തീർച്ചയായും സമരസമിതിയുടെ നിലപാടാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. മാർച്ചടക്കമുള്ള നടപടികളായി മുന്നോട്ട് പോകുമെന്നാണ്. ബോബൻ ജോർജ്, ഒരു സമരസമിതി നേതാവ് കൂടി നമ്മുടെ ചേരുന്നു. എന്തായാലും അവർ പിരിക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അവർ പിരിക്കുന്ന അവർ മാത്രം കൊണ്ട് പറഞ്ഞാൽ പോലെ അവർ നിരവധി തവണ ഈ കഴിഞ്ഞ 3 വർഷത്തിനിടയ്ക്ക് ഒരു 10 തവണയെങ്കിലും 1-ാം തീയതികൾ വെച്ചിട്ട് ഞങ്ങൾ പിരിക്കുന്നവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് അവരതിന് പിൻവാങ്ങുണ്ടായത്. എന്തായാലും സമരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. നിലവിൽ 6 പഞ്ചായത്തുകളിലായിരുന്നു സൗജന്യ പാസ് കൊടുത്തോണ്ടിരുന്നത്, സൗജന്യമായി യാത്ര ചെയ്യാന്നുള്ളത്. അപ്പോൾ അവസാനം ഒരു കോംപ്രമൈസ് എന്നുള്ള രീതിയിൽ 6 പഞ്ചായത്തുകളിലേക്കുള്ള 10 കിലോമീറ്റർ എന്നുള്ളത് വെച്ചാണ് അവർ 7.5 ആണ് പറയുന്നത്. എന്തായാലും ഒരു 10 കിലോമീറ്റർ എന്നുള്ള ദൂരപരിധിയിൽ മാത്രമേ ഞങ്ങൾ ആ തീരുമാനം അംഗീകരിക്കുള്ളൂ, ഇല്ലെങ്കിൽ സമരമായിട്ട് മുന്നോട്ട് പോകും. തീർച്ചയായും ഇവിടുത്തെ MLA PP സുമോദ്, അതുപോലെ തന്നെ KD പ്രസേനൻ അടക്കമുള്ള ആളുകൾ, K രാധാകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ ഈ സമരത്തിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ഈ പ്രദേശവാസികളോടൊപ്പമാണ്. രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസ്, BJP, CPIM അടക്കമുള്ള CPI അടക്കമുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളൊപ്പമാണ്. പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കാൻ കരാർ കമ്പനിയുടെ തീരുമാനം.